ത്തിന്റെ ആ സംഭവത്തിന് ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ആണ്. ഇപ്പോ നമ്മളെന്തായി, നമ്മാരും മുബത്തദീങ്ങളല്ല, സുന്നികൾ തന്നെ. നമ്മളെല്ലാം സുന്നികൾ തന്നെ, വേറെ ആരുമല്ല. മജ്‌ലിസിലിരിക്കുന്ന ആളുകൾ, ഈ സ്റ്റേജിലിരിക്കുന്ന ആള് എല്ലാം സുന്നികൾ തന്നെ. മാത്രം എന്തായിനറിയോ, എറുമ്പ് നമ്മളെ കാലിന്റെ ഉള്ളിൽ തായലിങ്ങനെ വന്നിട്ട് കയറിക്കൊണ്ടുണ്ട് മീറ്റക്ക്. ഇപ്പുറം മീറ്റ വന്നിട്ട് കടിക്കുമ്പോ അറിയും. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളിലേക്ക് ബിദ്അത്ത് കടന്നു വരും. ഏതുപോലെ നിങ്ങളറിയില്ല, ഉറുമ്പ് കയറും പോലെ ബിദ്അത്ത് കയറൂ. നമുക്കെല്ലാം ബിദ്അത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോ ഇവിടെ ഖതീബുമാരും മുഅദ്ദിനുമാരും കുറെ ആളുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അവരോട് ചോദിച്ചു നോക്കാം, ഈ റമദാൻ കഴിഞ്ഞ്, അതിന്റെ മുന്നത്തെ വിഷയം വേണ്ട, റമദാൻ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരു പൊരയിൽ മൊഹീദി മാല പാടാൻ, അല്ലെ ബദർ മാല പാടാൻ, അല്ലെ നഫീസ മാല പാടാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല, ഇല്ല. മാലയും മൗലിദും എല്ലാം പോയി. പണ്ടോ പ്രസവവേദനന്റെ സമയത്ത് ബദർമാല പാടലാണ്, നഫീസാമാല പാടലാണ്. അത് തീരുമ്പോഴേക്ക് അല്ലേ പ്രസവിച്ച് കഴിഞ്ഞു. ഇപ്പൊ ആശുപത്രി വേണ്ട, ആശുപത്രി കൊണ്ടെണ്ടാന്ന് ഞാൻ പറയുന്നില്ല. കൊണ്ടെണ്ടാന്ന് എനിക്ക് അതിന് ജവാബ്ദാരി ആവാൻ കഴിയല്ല. വേറെ നിങ്ങൾ ആഫത്തായിപ്പെങ്കിൽ കൊണ്ടുപോയിക്കോ, ആശുപത്രി കൊണ്ടോ. എന്നാൽ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് അവിടെ പ്രസവവേദന അടക്കുന്നെന്ന് പറയുമ്പോ ഇവിടെ പൊരയുന്നൊരു ബദർമാല പാടിയാൽ എന്താ പാടിയാല്? അല്ലെങ്കിൽ ആശുപത്രിയിൽ തന്നെ ഒരു സൈഡിൽ നീട്ടിട്ട് ബദർമാല പാടിക്കൂടെ? ബദരീങ്ങളെ പേര് പറഞ്ഞൂടെ? എന്താ സാധിക്കാതെ? ഞാനിപ്പോ 5-6 കൊല്ലം മുമ്പ് എന്റെ ഒരു അളിയനെ ഹാർട്ടിന് വല്ലാതെ വിഷമായിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോയി. അസർക്ക് കൊണ്ടേതാണ്. ഒരു 5 മണി സമയത്തെത്തി. വരുന്ന രാത്രി എന്താണ്, ബറാഅത്ത് രാത്രി, പോകാൻ പറ്റൂലെന്ന്. അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി. മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ ഒരു 9 മണിയാകുമ്പോഴേക്ക് മരിച്ചിന്. ബറാഅത്തിന്റെ അന്ന് രാത്രി അവിടെ തന്നെ ഞാനുണ്ട്, എന്റെ മകനും ഉണ്ട്. അവിടെ നിന്ന് തന്നെ നിസ്കരിച്ചു, അപ്പുറം പോയിട്ടില്ല. താഴെ നിസ്കരിക്കാം. അവിടെ തന്നെ തട്ടം വെച്ച് നിസ്കരിച്ചിട്ട് ഇരുന്നിട്ട് 3 യാസീൻ ഓതി. ബറാഅത്ത് രാവിന്റെ യാസീൻ ഓതി ആശുപത്രിയിൽ വെച്ചിട്ട്. നമുക്ക് എന്താരും തടസ്സപ്പെടുന്നു? പിന്നെ ആശുപത്രിയിൽ യാസീൻ ഓതുന്നതിന്, ബദർമാല പാടുന്നതിന്, നഫീസ മാല പാടുന്നതിന് വേണ്ട. വേറെ എവിടെയെങ്കിലും പൊരയിലിരുന്നിട്ട് ആയിക്കൂടെ? അതെല്ലാം വിട്ട്. വിട്ടപ്പോൾ നമ്മൾക്ക് പരനാശവും. അതിനൊന്നും വലിയ ഗുണമില്ലാന്ന്. ബിദ്അത്ത് നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. മൗലിദിനെ ഉപേക്ഷിക്കൽ, കുത്തുബിയത്ത് വേണ്ടാന്ന് വെച്ചു, റാത്തിബ് വേണ്ട, നേർച്ച വേണ്ട. സഫർ പോകുമ്പോഴേക്ക് ഒരു നേർച്ച അയക്കല് സാധാരണ പതിവാണത്. അതെല്ലാം വിട്ട് ഇപ്പൊ പള്ളീന്റെ അടുത്ത് പോയിട്ട് ഔലിയാക്കന്മാരുള്ള സ്ഥലമുണ്ട്, ഇല്ലാത്തതുണ്ട്. ഉണ്ടോ ഇല്ലേ പള്ളീന്റെ അടുത്ത് പോയിട്ടൊന്നും ദ്വാരക്ക. ഔലിയാക്കന്മാർ ഇല്ലാന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ആളില്ലാന്ന് മാത്രം. അറിയപ്പെടാത്ത ഔലിയാക്കന്മാര് ഈ പഴയ കാലത്ത് മറമാടി വന്ന, അതുപോലെ തന്നെ ഏത് കാലത്താവട്ടെ, ആയിരക്കണക്കിന് കബറുകൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഔലിയാക്കന്മാർ ഇതിലില്ല എന്നെങ്ങനെയാണ് പറയുക? ഉണ്ടാവും. എന്തൊരാദരവായിരുന്നു. എന്റെ ചെറുപ്പത്തില് പുതിയാപ്പിള കൊണ്ടുവന്ന കൂട്ടത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ദർസിൽ കൂടുന്നതിന് മുന്നല്ല, ചെറിയതിയാണിപ്പോ. അപ്പൊ അവിടുന്ന് നമ്മളെ ഈ ഭാഗത്തുനിന്ന് അങ്ങ്, ഞാൻ അപ്പുറത്തെ വയലായതുകൊണ്ട് അങ്ങ് ജല്ലി മുതൽക്ക് അപ്പുറം കിഞ്ഞ വരെ ഉള്ള അവിടെയൊക്കെ പോകും. പുതിയാപ്പിളിന്റെ കത്തെ പോകുമ്പോഴേക്ക് അപ്പുറം വയലിൽ എത്തിയിട്ടാകുമ്പോഴേക്ക് വിളിച്ചാൾ എന്നിട്ട് അൽ-ഫാത്തിഹ. നമുക്കറിയുന്നില്ല, ഒരു ബൈക്ക് നിന്നിട്ട് അൽ-ഫാത്തിഹ എന്ത് ദ്വാരക്കുന്നത്? നമ്മളെപ്പോലത്തെ കുറച്ച് വലിയ ആളോട് ഞാൻ പോയി, എന്ത് കേട്ടോ ദ്വാരക്കുന്നുണ്ട്? അത് മൈരിക്കലത്തെ പള്ളിന്റെ നേരെ, മൈരിക്കലത്തെ പള്ളിക്ക് എത്തണമെങ്കിൽ 3 കിലോമീറ്റർ പോകണം. പള്ളിന്റെ നേരെ എത്തി. അതിന്റെ അപ്പുറം എത്തുമ്പോഴേക്ക് ഒരു വാത്തിയ മഞ്ഞനാടി പള്ളി. അതിന്റെ അപ്പുറത്ത് കിന്നത്തെ പള്ളി, അവിടെ ദ്വാരുന്നു. എന്താ, മരിച്ച ആളുകളുണ്ട്, അതിൽ സാലിഹ്യങ്ങളുണ്ട്.
ഈ നിലക്കായിരുന്നു അവരുടെ നടപടി. ഇന്ന് അതൊക്കെ എന്തായി? അതൊക്കെ വേണ്ടായി പോയത്ത വേണ്ടാത്ത പണി. ഇതാണ് നമ്മളെ അറിയാണ്ട് നമ്മളെ തുണിന്റെ ഉള്ളിലേക്ക് ഉറുമ്പ് കയറിയത്. വിദേഹത്ത് നമ്മൾ അറിയാതെ വന്നിട്ട് കയറി. അതുകൊണ്ട് ഈ പഴയ കാലത്ത് നടന്നിരിക്കുന്ന സുന്നത്ത്, ആ നടപടി, അതിനിവിടെ നിലനിർത്താൻ വേണ്ടിയാണ് SYS-ഉം SSF-ഉം. വെറുതെ കൊടി പിടിച്ചിട്ട് നടക്കാൻ മാത്രം. കൊടി പിടിക്കണ്ടല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കൊടി പിടിക്ക, അതാ അതിന്റെ അവസരം. അതിന് മാത്രമല്ല, ഈ സുന്നത്തിനെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളുടെ മുൻഗാമികളുടെ നടപടി. അതാണ് യഥാർത്ഥ ദീൻ. അതാ വഅതസിമൂ ബിഹബ്ലില്ലാഹ് തന്നെ. അതാണ് അല്ലാഹ് നമ്മൾ കിട്ടുന്ന കയറ്. അതേത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളണം. എങ്ങനെ? ജമീഅ, കൂട്ടായിട്ട്. എനിക്ക് SSF-ഉം വേണ്ട, SYS-ഉം വേണ്ട. ഞാൻ മുസ്ലിം സുന്നിയ. ഞാൻ സുന്നി എന്ന് പറയുന്നില്ല. പിന്നെ മൗദൂദിയോ വഹാബിയോ അല്ല. പിന്നെ ഞാൻ ഒരു മുസ്ലിം. ഇത് ഇനി മാർക്കറ്റില്ല. ഇനി മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പേര് വേണം. പേര് യഥാർത്ഥ പേരാവണം. സുന്നി, വെറും മുസ്ലിം. എനിക്ക് SYS-ഉം വേണ്ട, SSF-ഉം വേണ്ട. ഞാനൊരു മുസ്ലിം. ഞാൻ പള്ളിക്ക് പോന്നു. പള്ളിക്ക് എത്ര ആള് പോകുന്നറിയോ? സുന്നിയായിട്ട് പള്ളിക്ക് പോകണം. യദുല്ലാഹി അലൽ ജമാഅ, കൂട്ടത്തിന്റെ മേലെ, ജമാഅത്തിന്റെ മേലെയാണ് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്നത്. ഇതൊരു ജമാഅത്താണ്. SYS-ന്റെ സംഘടന, SSF-ന്റെ സംഘടന. ഞാൻ നീട്ടി പറയുന്നില്ല. ഉസ്താദ് അബ്ബാസ് ഉസ്താദിന്റെ അധ്യക്ഷ പ്രസംഗമുണ്ട്. പിന്നെ പേരോടിന്റെ മകന്റെ പ്രസംഗവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് SYS-ൽ മെമ്പറാവാൻ പറ്റിയവർ അതിൽ മെമ്പറാവുക, SSF-ൽ മെമ്പറാവാൻ പറ്റിയ ആള്